രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം വിമർശന വിധേയരാകുന്ന രണ്ട് നേതാക്കൾ, ഒന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മറ്റൊരാൾ വടകര MP ഷാഫി പറമ്പിലുമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഈ രാഷ്ട്രീയ കാഴ്ചകളിൽ ഏറ്റവും അധികം രാഹുലിനൊരു സംരക്ഷണ വലയമൊരുക്കി രാഹുലിൻ്റെ മെൻറ്ററായി വളരെ പരസ്യമായി തന്നെ നിൽക്കുന്നയാളാണ് ഷാഫി പറമ്പിൽ MP. ഈ വിഷയത്തിൽ ഇത്രയധികം കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടും ഉണ്ടായിട്ടും എന്ത് വിശദീകരണമാണ്, എന്ത് നിലപാടാണ് ഷാഫി പറമ്പിൽ MP സ്വീകരിച്ചിട്ടുള്ളത് എന്നതും വളരെ പ്രധാനമായി അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ വലിയൊരു ഒളിച്ചുകളിയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MP എന്ന നിലയിൽ അദ്ദേഹം ദില്ലിയിലാണ്. ഇപ്പോൾ കേൾക്കുന്നത് ഉടൻ ഒന്നും കേരളത്തിലേക്ക് വരില്ല എന്നാണ്. എങ്ങനെ വരാനാണ് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. വന്നാൽ ഉയരുന്ന ചോദ്യങ്ങളുണ്ട്, വിമർശനങ്ങളുണ്ട്, പാർട്ടിക്കകത്തു നിന്ന് വരുന്ന വിമർശനങ്ങളുണ്ട്, പാർട്ടിക്ക് പുറത്ത് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നിൽക്കുമ്പോൾ ദില്ലിയിൽ തന്നെ നിൽക്കുന്ന ഷാഫി പറമ്പിൽ MP എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഏതായാലും പാർലമെൻറ്റ് പിരിഞ്ഞാലും തൽക്കാലം കേരളത്തിലേക്കില്ല എന്നാണോ ഷാഫി പറമ്പിലിൻ്റെ മനസ്സിലിരിപ്പ്? ശരത്ത്, തീർച്ചയായും ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം അതിന് പിന്നാലെയുണ്ടായിട്ടുള്ള വിവാദങ്ങളിലൊക്കെ തന്നെയും ഒരു സംരക്ഷണ കവചം രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഈ വിവാദവുമായി ബന്ധപ്പെട്ടും വലിയ ഒരു കവചം നൽകുന്ന സമീപനം ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹണി ഭാസ്കരൻ്റെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിട്ടില്ല. അദ്ദേഹം ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ കാണാൻ ശ്രമിച്ചോ ഷാഫിയെ? മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ശരത്ത്, തീർച്ചയായും ഈ വിവാദം മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ രാവിലെ മുതൽ ഷാഫി പറമ്പിൽ താമസിക്കുന്ന ദില്ലിയിലെ ധ്യാൻ ഉപാധ്യായ ഫ്ലാറ്റിന് മുൻപിൽ തന്നെ നിൽക്കുകയാണ്. ഇതുവരെയും, അതായത് രാവിലെ 8:30 മുതൽ ഈ സമയം വരെയും ഷാഫി പറമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാനോ ഒരു ശ്രമം നടത്തിയിട്ടില്ല. നമ്മൾ പലതവണ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെയും ഒക്കെ തന്നെയും നേരിട്ട് വിളിച്ചെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ ഷാഫി പറമ്പിൽ കേൾക്കൂ. ഫോണിൽ വിളിച്ചപ്പോൾ ഷാഫി പറമ്പിലിനെ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? സെക്രട്ടറി എന്താണ് പറഞ്ഞത്? ശരത്ത്, തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ് അവരവരുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം. നമ്മൾ നിരവധി തവണ അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ്. പ്രതികരിക്കാൻ ആവുന്നില്ല എന്നാണോ പറഞ്ഞത്? പ്രതികരിക്കാൻ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രാഹുലിന് ഈ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്തിൽ ദുഃഖഭരിതനായിരിക്കുന്നു ഷാഫി പറമ്പിൽ, അങ്ങനെയാകാം. അല്ലെങ്കിൽ കേട്ട വിവരങ്ങൾ കൊണ്ട് എനിക്ക് പ്രതികരിക്കാനാവുന്നില്ല എന്നാകാം അതിൻ്റെ അർത്ഥം. ഏതർത്ഥത്തിൽ എടുക്കണം? ശരത്ത്, തീർച്ചയായും ഇതിൽ പ്രതികരിക്കാനാവുന്നില്ല എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഷാഫി പറമ്പിൽ വന്നിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് ഇതുവരെയും ലഭ്യമാവുകയും ചെയ്തില്ല. ഷാഫിയെ ഫോണിൽ കിട്ടിയോ? ഷാഫിയെ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹം ശരത്ത്, ഷാഫിയെ നേരിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. മറ്റു ചില സോഴ്സുകൾ ഉപയോഗിച്ച് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പോലും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നിലനിൽക്കുന്നത്. അതുമാത്രമല്ല, കേരളത്തിലേക്ക് ഉടൻ തന്നെ മടങ്ങില്ല എന്നുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ ബീഹാറിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട ബീഹാറിലേക്ക് ഉടൻ പുറപ്പെടും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഷാഫി പറമ്പിൽ ഈ ഫ്ളാറ്റിന് പുറത്തു നിന്ന് കേരളത്തിലേക്കില്ല, ബീഹാറിലേക്ക് പോകുന്നു. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം യാത്രയിലേക്കാണ് ഇനി, അല്ലേ? എന്നാണോ? അതെ ശരത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ ബീഹാറിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കാൻ ആവശ്യമായ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ദില്ലിയിലെ മലയാളി മാധ്യമപ്രവർത്തകരെല്ലാം സംയുക്തമായി ഒന്ന് ഷാഫിയെ കാണാൻ ഈ ബീഹാറിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയ സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ഈ നിരവധിയായ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിച്ചിട്ട് പോകാൻ ഒന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ.
ശരത്ത്, തീർച്ചയായും ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി നമ്മൾ രാവിലെ തന്നെ ശരി. ഇവിടെ എത്തിയിരുന്നു. ഇപ്പോഴും അദ്ദേഹം ബീഹാറിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തേടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ ഉടൻ തന്നെ കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ശരി. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് ഷാഫി പറമ്പിൽ താമസിക്കുന്ന ആ ഫ്ളാറ്റിന് മുൻപിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. ഇതുവരെ മാധ്യമങ്ങളെ കാണാനോ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം MP ആണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെൻറ്ററാണ് എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ ആ നിലയിൽ ഇരുവരും ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കാണുന്നതാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഈ നിലകളിലൊക്കെ നിൽക്കുന്ന ഷാഫി പറമ്പിൽ ഏതായാലും ഈ നേരം വരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. ഫോണിൽ വിളിച്ചിട്ടും പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെയാണ് ദില്ലിയിൽ നിന്ന് അവർ പറയുന്നത്. അദ്ദേഹം കേരളത്തിലേക്കുടനെയില്ല, ബീഹാറിലേക്ക് പോവുകയാണ്.